നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിൽ നടന്ന പ്രസിദ്ധമായൊരു മഹോത്സവം, മഹാമാംഗ മഹോത്സവം മലപ്പുറം ജില്ലയിലെ തിരുനാവായിൽ നിളാനദിയിൽ നടന്ന വളരെ ഭംഗിയായൊരു മഹോത്സവം തന്നെയായിരുന്നു. ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഇതിൻ്റെ തുടക്കത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കണ്ടാൽ അറിയാം. ഇതിപ്പോൾ കാഴ്ചയിലിരുന്നു. ഞായറാഴ്ച ദിവസത്തെ തിരക്കാണ്. ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ളത്. ഇവിടെ ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയെ നന്ദി അറിയിച്ചേ പറ്റും. ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ച ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ടാവും. അവർക്ക് അത്രയും പ്രശംസ അർഹിക്കുന്നുണ്ട്. എങ്ങനെയായാലും അതിൻ്റെ പിന്നിൽ നടന്ന വിവാദങ്ങൾ വളരെ മോശമായി. പരിപാടിയിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഭവം സേഫ്റ്റി സംബന്ധമായ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്ര ആളുകൾ വരുമ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ സേഫ്റ്റി മുൻകരുതൽ എടുത്തേ പറ്റുള്ളൂ. കാരണം നദി ക്രോസ് ചെയ്തിട്ട് ആ സ്ഥലത്തേക്ക് എത്തുന്നത് കുറച്ചാളുകളൊന്നുമില്ല. കാരണം ഇത്ര ആളുകൾ ഉൾക്കൊണ്ട് ആ പരിപാടി കഴിഞ്ഞ് റിട്ടേൺ വരുന്ന ടൈമൊക്കെ കാരണം ഭയങ്കര റഷാണ്. പിന്നെ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, സെക്യൂരിറ്റീസ്, ഒരുപാട് ആളുകൾ രാപ്പകലില്ലാത്ത അധ്വാനം, അവരുടെ ശ്രമങ്ങൾ, സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങൾ, അവരുടെ ഹെൽപ്പുകൾ, ഒരുപാട് റിസ്കുകൾ ഒക്കെ വളരെ സുഗമമായിട്ട് ഇത്ര ആളുകളെ അവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പിറകിൽ എന്താ വെച്ചാൽ സ്വയം നമ്മൾ തന്നെ ഒരു കൺട്രോൾ ആവുക. നമ്മളെന്ത് ചെയ്യരുത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഇവിടുന്ന് പഠിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലുണ്ടോ. എന്ത് കുറഞ്ഞ ഏരിയയിലുള്ള ഇത്ര ആളുകൾ വന്നു കൂടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നമ്മളെന്താവണം, നമ്മൾ മാക്സിമം കൺട്രോൾഡായി അല്ലെങ്കിൽ ഇന്ന നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുള്ള സ്വയം ചിന്താഗതിയിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ. അതാണ് സംസ്കാരത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണ്. പുറത്തുള്ള പലരും പല പരാമർശങ്ങളും മലപ്പുറം ജില്ലയെ പറ്റി നടത്തുന്നുണ്ട്. മലപ്പുറം ജില്ലക്കാരും ഏകദേശം ആ ഒരു സ്വഭാവക്കാരൊക്കെ തന്നെ. പിന്നെ മലപ്പുറത്തുകാർ വളരെ മോശമാണ് അല്ലെങ്കിൽ മലപ്പുറം തന്നെ വേറെ എന്തോ ആണെന്നുള്ള വളർത്തിയെടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് അവരുടെ തെറ്റായ ചിന്താഗതിയാണ്. 3 ക്ഷേത്രങ്ങൾ ഒന്നിച്ചു കൂടുന്ന നിളയുടെ ഈ മണൽപ്പരപ്പിലാണ് ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, തിരുനാവായിൽ. അപ്പോൾ ഏകദേശം 5000 വർഷത്തോളം പഴക്കമുള്ള ചരിത്രം ഉള്ള ക്ഷേത്രമാണ് നവമുകുന്ദ ക്ഷേത്രം. അത്രത്തോളം പാരമ്പര്യം ഈ ഒരു പ്രദേശത്തിനുണ്ടാവണം. ഇതൊക്കെ ഇത്ര കാലം ഇവിടെ നിലനിന്ന് പോകുന്ന സ്ഥിതിക്ക് എങ്ങനെ മലപ്പുറം ജില്ല ഒരു മോശം ജില്ലയാവും? മലപ്പുറം ജില്ലക്കാരെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മുടെ നാട്ടിലും പരന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ പരിപാടിക്ക് മാധ്യമങ്ങളുടെ പങ്ക് വളരെ മോശമായിരുന്നു. കാരണം കാര്യങ്ങൾ ഇപ്പോൾ മലപ്പുറം ജില്ലയെ പറ്റി വിവാദങ്ങൾ വന്നപ്പോൾ ന്യൂസിലൊക്കെ ചർച്ച ചെയ്യും, അങ്ങോട്ട് പ്രതിവാദങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായി. ഈ ഒരു പരിപാടിയെക്കുറിച്ച് ഒരു ന്യൂസിലും അല്ലെങ്കിൽ ഒരു ചാനലുകളിലും ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് ഒരുപാട് വാർത്ത കൊയ്യാം എന്നുള്ള ചിന്താഗതിയിൽ നടക്കുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സ്പ്രെഡാകുന്നത് നെഗറ്റീവായുള്ള ന്യൂസുകളാവും. നെഗറ്റീവായ കാര്യങ്ങൾ ഏത് തന്നെയാലും ഏറ്റവും കൂടുതൽ സത്യത്തെക്കാൾ കൂടുതൽ പ്രചരിക്കുക നെഗറ്റീവായ വശങ്ങളായിരിക്കും. ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലൂടെ നമ്മളെ മാധ്യമങ്ങളായാലും നമ്മുടെ രാഷ്ട്രീയമാണെങ്കിലും ഏതൊരു നേതാവ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നൊക്കെ സഞ്ചരിക്കുന്നത് എപ്പോഴും നെഗറ്റീവ് വശങ്ങൾ കൈപ്പിടിച്ചാവും. ഇപ്പോൾ ഒരു തർക്കങ്ങളുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുള്ളൂ. അപ്പോൾ ആ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് പരിഹരിക്കും അവർ തന്നെ ശ്രമിക്കും. അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടുകൾ വിവാദങ്ങളിലേക്ക് മലപ്പുറം ജില്ലയെ മാറ്റുമ്പോൾ അപ്പോൾ മലപ്പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ അതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കേണ്ടതും നിങ്ങളുടേതായ അല്ല മാധ്യമങ്ങളിൽ കാണിക്കേണ്ടതായിരുന്നു. കാരണം ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ വ്യക്തികൾ അത്തരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അവിടുത്തെ ചില ഇത്തരത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിരുന്നു. അത് കാണിക്കാതിരിക്കുന്നതന്നെ വേറൊരു വശമാണ്, ഒരു ട്രെൻഡിൻ്റെ. പക്ഷേ സത്യത്തിൽ ഇത് ഇന്നത്തെ തലമുറ ന്യൂസുകൾ കാര്യങ്ങളിലൊക്കെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പൊതുവെ രാഷ്ട്രീയം എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ പലതും നമ്മൾക്ക് വരണം. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. കച്ചവടങ്ങളായാലും എന്ത് തന്നെയായാലും ആളുകൾക്ക് ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ അതിലൂടെ കണ്ടെത്താൻ കഴിയണം.